ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു 8051 പ്രോഗ്രാമാണ്. രണ്ട് 2x2 മെട്രിക്സുകളെ തമ്മിൽ ആഡ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ എ എന്ന് പറയുന്ന ഒരു 2x2 മെട്രിക്സ് ഉണ്ട്, ബി എന്ന് പറയുന്ന ഒരു 2x2 മെട്രിക്സ് ഉണ്ട്. അതിനകത്ത് എലമെൻസുകൾ തമ്മിൽ ആഡ് ചെയ്തിട്ട് നമുക്ക് എ എന്ന് പറയുന്ന 2x2 മെട്രിക്സിൽ ആ റിസൾട്ട് സ്റ്റോർ ചെയ്യണം. അപ്പോൾ നമ്മൾ 8051 ഇവിടെ ഞാൻ അസ്യൂം ചെയ്യുകയാണ് ഈ എയിൽ ആ 2x2 മെട്രിക്സിലെ എലമെൻറ്റ്സ് ഞാൻ സ്റ്റോർ ചെയ്യാൻ പോകുന്നത് 20H എന്ന് പറയുന്നൊരു മെമ്മറി ലൊക്കേഷനിൽ 21H 22H 23H ഞാൻ ഈ എലമെൻറ്റ്സ് 3210 എന്ന് പറയുന്ന എലമെൻറ്റ്സ് സ്റ്റോർ ചെയ്യാൻ പോകണമെന്ന് വിചാരിക്കൂ. അതേപോലെ ബി എന്ന് പറയുന്ന ഒരു മെട്രിക്സ് നമുക്ക് വേണമല്ലോ. അപ്പോൾ ആ മെട്രിക്സിൻ്റെ അഡ്രസ്സ് ഞാൻ 30H 31H 32H 33H എന്ന മെമ്മറി ലൊക്കേഷൻ എടുത്തിട്ട് അവിടോട്ടാണ് ഞാൻ എന്ത് സ്റ്റോർ ചെയ്യാൻ പോകുന്നത്, 5ഉം 6ഉം 7 8 എന്ന് പറയുന്ന എലമെൻറ്റ്സ് സ്റ്റോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 30H എന്ത് പോകും, 5 പോകും, 31H 6 പോകും, 32H 7, 33H 8 ഇങ്ങനെ എലമെൻറ്റ്സ് ഞാൻ സ്റ്റോർ ചെയ്യും. എന്നിട്ട് ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിനകത്ത് ഫസ്റ്റ് എലമെൻറ്റും എയിലെ ഫസ്റ്റ് എലമെൻറ്റും ബിയിലെ ഫസ്റ്റ് എലമെൻറ്റും തമ്മിൽ ആഡ് ചെയ്തിട്ട് ഈ എയുടെ ഈ 3 ഇരിക്കുന്ന ലൊക്കേഷനിലോട്ട് ആ 8 സ്റ്റോർ ചെയ്യുക. സോ അങ്ങനെയാണ് ഞാൻ ഈ പ്രോഗ്രാം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാൻ 2 രജിസ്റ്റേഴ്സാണ് ഇവിടെ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. 2 രജിസ്റ്റേഴ്സ് R0 എന്ന് പറയുന്ന രജിസ്റ്റർ എനിക്ക് ഈ മെട്രിക്സ് എയിലെ കണ്ടൻറ്റ് ഹാൻഡിൽ ചെയ്യാനും R1 എന്ന് പറയുന്ന രജിസ്റ്റർ ബി എന്ന് പറയുന്ന ആ മെട്രിക്സ് അല്ലെ ബിയിലെ മെമ്മറി ലൊക്കേഷൻസ് ഹാൻഡിൽ ചെയ്യാനും വേണ്ടിയിട്ട് ഞാൻ ബി എന്ന് പറയുന്ന R1 എന്ന് പറയുന്ന രജിസ്റ്റർ ഞാൻ എടുത്തു. ഓക്കെ, ഇനി നമുക്ക് പ്രോഗ്രാമിലേക്ക് പോകാം. അപ്പോൾ ആദ്യം എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ R0 എന്ന് പറയുന്ന R0 ഞാൻ പറഞ്ഞില്ലേ 20 എയുടെ അഡ്രസ്സ് ഏതായിരുന്നു, 20 21 22 അങ്ങനെയാണ്. ബിയുടെ അഡ്രസ്സ് 30 31 32 എന്നാണ്. അപ്പോൾ ഈ ഒന്നുകൂടി ഞാനിവിടെ എഴുതി വെച്ചേക്കെ എ 20 മുതൽ സ്റ്റാർട്ട് ചെയ്യും, ബി 30 എന്ന് പറഞ്ഞ അഡ്രസ്സ് മുതൽ സ്റ്റാർട്ട് ചെയ്യും. അവിടെയാണ് നമ്മൾ കണ്ടൻറ്റുകൾ സ്റ്റോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം ഞാൻ R0യിലോട്ട് 20H എന്ന് പറയുന്ന അഡ്രസ്സ് പാസ് ചെയ്തു. അപ്പോൾ 20H ഒരു ഇമ്മീഡിയറ്റ് വാല്യൂ ആയിട്ട്, അപ്പം R0യിൽ 20 വന്നു. ദെൻ R1 ഞാൻ എന്ത് കൊടുത്തു, 30H കൊടുത്തു, 30 എന്ന് പറയുന്ന അഡ്രസ്സ് കൊടുത്തു. ഇനി ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ R4 ഞാൻ 4 കൊടുത്തു. എന്തിനാന്ന് വെച്ചാൽ ഞാൻ 2x2 മെട്രിക്സ് അല്ലേ, എനിക്ക് 4 എലമെൻറ്റുകൾ തമ്മിൽ ആഡ് ചെയ്യണം. അതിനുവേണ്ടി ഞാനൊരു കൗണ്ടർ വേരിയബിളായിട്ട് R4 എന്ന് പറയുന്ന രജിസ്റ്ററിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. സോ ഇപ്പോൾ R4 എന്താ ഉള്ളത്, 4 എന്ന് പറയുന്ന വാല്യൂ ആണുള്ളത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ മൂവ് എ രജിസ്റ്ററിലോട്ട് R0 എന്താ ഉള്ളത്, 20H കണ്ടൻറ്റ് എടുത്ത് ഞാൻ എ രജിസ്റ്ററിലോട്ട് വെച്ചു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ആ കണ്ടൻറ്റ് R3 എന്ന് പറയുന്ന അടുത്ത ടെമ്പററി രജിസ്റ്ററിലോട്ട് കോപ്പി ചെയ്ത് വെച്ചു. ഇപ്പോൾ R3 എന്താ ഉണ്ട്, എ എന്ന് പറയുന്ന ആ മെട്രിക്സിലെ ഒന്നാമത്തെ കണ്ടൻറ്റ് ഉണ്ട്, അതിപ്പോൾ R3 ഇനി ഞാൻ എന്ത് ചെയ്തു, അപ്പം എയുടെ ഒരു കോപ്പി എയിലുള്ള ഒന്നാമത്തെ എലമെൻ്റ് കോപ്പി R3 വെച്ചു. ഇനി ഞാൻ എന്ത് ചെയ്തു, എഗെയിൻ എയിലോട്ട് R1 എടുത്തു. R1 എന്തോ ഇരിക്കുന്ന 30H ഫസ്റ്റ് എലമെൻറ്റിൻ്റെ കണ്ടൻറ്റ് 30H എന്ന് പറഞ്ഞ മെമ്മറി ലൊക്കേഷനിലുള്ള കണ്ടൻറ്റ് തിരിച്ച് എയിലോട്ട് വന്നു. ഓക്കെ, അപ്പം ദാറ്റ് ഈസ് രണ്ടാമത്തെ ബി എന്ന് പറയുന്ന മെട്രിക്സിലെ ഫസ്റ്റ് എലമെൻറ്റ് ഇപ്പം എ വന്നു. ഓക്കെ, പിന്നെ ഞാൻ എന്ത് ചെയ്തു, ആഡ് എ R3 എയിലെ ഫസ്റ്റ് എലമെൻ്റ് ഉണ്ട്, ഈ എ രജിസ്റ്ററിൽ ബി എന്ന് പറയുന്ന രജിസ്റ്ററിലെ കണ്ടൻ്റ് ഉണ്ട്, ബി എന്ന് പറയുന്ന മെട്രിക്സിലെ കണ്ടൻ്റ് ഉണ്ട്. സോ എയിലെ മെട്രിക്സിലെ കണ്ടൻറ്റും ബിയുടെ മെട്രിക്സും കൂടി തമ്മിൽ ആഡ് ചെയ്തിട്ട് റിസൾട്ട് എവിടെ വരും, റിസൾട്ട് എയിൽ വരും. ഓക്കെ, അവ തമ്മിൽ ആഡ് ചെയ്തിട്ട് റിസൾട്ട് എയിലുണ്ട്. ഇനി അത് ഞാൻ എങ്ങോട്ടാണ് എനിക്ക് ചെയ്യേണ്ടത്, ഈ 20H എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷനിലോട്ടാണ് എനിക്ക് ആഡ് ചെയ്യേണ്ടത്. കാരണം ഞാൻ എങ്ങനെ എഴുതി വെച്ചേക്കുന്നത്, ആ മെട്രിക്സ് A=A+H ബി എന്ന് പറയുന്ന ഒരു ഫോർമുലയാണ് ഞാനിവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. സോ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, @R0 മൂവ് @R0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20H കണ്ടൻ്റായിട്ട് ഈ ആഡ് ചെയ്ത റിസൾട്ട് എയിലുണ്ടല്ലോ അതെടുത്ത് കോപ്പി ചെയ്ത് വെച്ചു. അപ്പം 2 മെട്രിക്സിലെ ഒന്നാമത്തെ എലമെൻറ്റുകൾ തമ്മിലെടുത്തു, അവ ആഡ് ചെയ്തു, എന്നിട്ട് ഒന്നാമത്തെ മെട്രിക്സിലെ ഫസ്റ്റ് പൊസിഷനിലോട്ട് ആ റിസൾട്ട് സ്റ്റോർ ചെയ്തു. ഓക്കെ, പിന്നെ R4 4 വെച്ചായിരുന്നല്ലോ, അപ്പോൾ ഒരു എലമെൻറ്റ് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞുല്ലോ. സോ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, R4 എന്ത് ചെയ്തു, ഡിക്രിമെൻറ്റ് ചെയ്തു. R4 എന്ന് പറയുന്ന രജിസ്റ്ററിനെ എന്ത് ചെയ്തു, ഡിക്രിമെൻറ്റ് ചെയ്തു. ഇനി എനിക്ക് എന്ത് ചെയ്യണം, അടുത്ത മെമ്മറി ലൊക്കേഷനിൽ എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, R0 ആണല്ലോ എൻ്റെ എ എന്ന് പറയുന്ന മെട്രിക്സ്, R1 ആണല്ലോ എൻ്റെ ബി എന്ന് പറയുന്ന മെട്രിക്സ്. സോ ഇൻക്രിമെൻറ്റ് R0, ഇൻക്രിമെൻറ്റ് R1. അപ്പം ഇനി ഇപ്പോൾ ഇവിടെ എത്തി 21H എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷനും ഇവിടെ എത്തി, 31H എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷനും വന്നു. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്തു, കണ്ടീഷൻ CJNE എന്ന് പറഞ്ഞാൽ കണ്ടീഷണൽ ജമ്പാണ്. നോട്ട് ഈക്വൽ ആണെങ്കിൽ, എന്ത് നോട്ട് ഈക്വൽ ആണെങ്കിലാണ്, R4 നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ, ദാറ്റ് ഈസ് R4 0 അല്ലല്ലോ, R4 0 ആയില്ല. R4 ഇപ്പോൾ ഇവിടെ ഡിക്രിമെൻറ്റ് ചെയ്തപ്പോൾ R4ൻ്റെ വാല്യൂ ഇപ്പോൾ എത്ര ആയതേ ഉള്ളൂ, 3 ആയതേ ഉള്ളൂ.
സോ R4 0 ആയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ എഗെയിനിലോട്ട് പോകാൻ. എഗെയിൻ എന്താണ്? ദാ ഇവിടെയാണ് എഗെയിൻ. എഗെയിൻ എന്താ വീണ്ടും ചെയ്യുന്നത്? ഇതേ പ്രോസസ്സ് തന്നെ. മൂവ് എ രജിസ്റ്ററിലോട്ട് @R0 എടുക്കുക. അപ്പോൾ ഇവിടെ R0 21H ആയി. അപ്പോൾ 21Hലെ കണ്ടൻറ്റ് എയിലോട്ട് വന്നു. ആ കണ്ടൻറ്റിനെ ഞാൻ കോപ്പി ചെയ്ത് R3ലോട്ട് വെച്ചു. ഇനി @R1 ദറ്റ് ഈസ് 31Hലെ കണ്ടൻറ്റ്, ദറ്റ് ഈസ് ബി എന്ന് പറയുന്ന രജിസ്റ്ററിലെ കണ്ടൻറ്റ് എടുത്ത് എയിലോട്ട് വെച്ചു. ദറ്റ് ഈസ് 2 മെട്രിക്സിലെ സെക്കൻഡ് എലമെൻറ്റുകൾ എടുത്തു, അവ തമ്മിൽ ആഡ് ചെയ്തു. അത് നമ്മൾ എങ്ങോട്ടിട്ടു? ഈ 21H എന്ന് പറയുന്ന സെയിം മെമ്മറി ലൊക്കേഷനിലോട്ട് ആ റിസൾട്ട് സ്റ്റോർ ചെയ്തു. കൗണ്ടർ ഡിക്രിമെൻറ്റ് ചെയ്തു. കൗണ്ടറായിട്ട് R4 രജിസ്റ്ററാണ് ഉപയോഗിച്ചത്. കൗണ്ടർ ഡിക്രിമെൻറ്റ് ചെയ്തു. ദെൻ R0 ഇൻക്രിമെൻറ്റ് ചെയ്തു. R1 ഇൻക്രിമെൻറ്റ് ചെയ്തു. ഇനി നമ്മൾ R4 00 ആയോ നോക്കി, ഇല്ലെങ്കിൽ വീണ്ടും എഗെയിൻ. ഇങ്ങനെ നമ്മൾ 4 എലമെൻറ്റ്സ് നമ്മൾ സ്റ്റോർ ചെയ്യും. ഈ പ്രോഗ്രാം നമുക്ക് മുമ്പ് യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ചിട്ടുള്ളതാണ്. 8051 പ്രോഗ്രാം ഫോർ ദ അഡീഷൻ ഓഫ് 2x2 മെട്രിസസ്. 8051 പ്രോഗ്രാം ഫോർ ദ അഡീഷൻ ഓഫ് 2x2 മെട്രിസസ്. അപ്പോൾ ഈ പ്രോഗ്രാം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇവിടെ നമ്മൾ മെയിൻലി എത്ര രജിസ്റ്റേഴ്സാണ് ഉപയോഗിച്ചത്? R0, R1, R3, R4ഉം പിന്നെ എ രജിസ്റ്ററും. പിന്നെ നമ്മളിവിടെ ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ് ഉപയോഗിച്ചു, ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡും ഉപയോഗിച്ചു. അപ്പോൾ ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. പിന്നെ ഓക്കെ.